നേതൃത്വത്തിലേക്ക് വരണം. അധ്വാനം നയിച്ചവർ അത് ഭരിക്കട്ടെ എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം. നയിച്ച ആള് മുഖ്യമന്ത്രിയാണ്, അതാണ് വേണ്ടത്. ഇത് കെട്ടിറക്കരുത്. MLA-മാരൊക്കെ കേസിക്കല്ലേ പിന്തുണ കൊടുക്കുന്നത്? ജനങ്ങളല്ല വേണ്ടത്. ജനങ്ങളാണ് തെരഞ്ഞെടുത്തത്. MLA-മാരെ തെരഞ്ഞെടുത്തത് ജനങ്ങളാണ്. ജനങ്ങൾ തീരുമാനിച്ചാണ് വീഡിയെ കണ്ടിട്ടാണ് UDF വോട്ട് കിട്ടിയത്. 102 സീറ്റ് കിട്ടിയിട്ടുള്ളത്. വീടി മാത്രമേ ജനങ്ങളെ മുന്നിലുള്ളൂ. ജനവികാരം മാനിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുമെന്നുള്ള നമ്മുടെ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതൊക്കെ കോൺഗ്രസ് പ്രവർത്തകരാണ്. കോൺഗ്രസ് പ്രവർത്തകരുടെ ഞാൻ DKTF-ന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാ. എല്ലാവരും ഭാരവാഹികളാണ്. കോൺഗ്രസിന്റെ ഭാരവാഹികളെക്കാട്ടിലും ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് കോൺഗ്രസിന്റെ നട്ടല്. അത് ഹൈക്കമാൻഡ് അറിഞ്ഞുകൊണ്ട് ജനവികാരം മാനിച്ചുകൊണ്ടുള്ള തീരുമാനം മാത്രമേ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുള്ളൂ എന്ന ഉറച്ച പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. സതീശൻ സിന്ദാബാദ്. പിന്തുണയില്ല. ഇല്ല. മലപ്പുറം VD സതീശനൊപ്പം ഇതിനൊപ്പം നിൽക്കും. കേരളം മൊത്തം VD സതീശനൊപ്പം നിൽക്കും. ക്യാപ്റ്റൻ നയിക്കട്ടെ, അല്ലാതെ കോച്ചിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ക്യാപ്റ്റനാണ് യോഗ്യൻ. ഞങ്ങളെ പോലത്തെ യൂത്തിന്റെ വോട്ട് ഞങ്ങൾ ക്യാപ്റ്റനെ കണ്ടുകൊടുത്തതാ, അല്ലാതെ കേസിനെ കണ്ടുകൊടുത്തതല്ല. ക്യാപ്റ്റൻ വരട്ടെ, അതാണ് ഞങ്ങളെ ആവശ്യം. 102 സീറ്റ് കിട്ടിയത് VD സതീശനായോണ്ടാ, അല്ല KC വേണുഗോപാൽ പറഞ്ഞിട്ടില്ല. 100+ പറഞ്ഞിട്ടുണ്ടോ? KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ടോ 100+? വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? VD സതീശനാണ് പറഞ്ഞത്. VD സതീശനാണ് 102 സീറ്റ് എത്തിച്ചേ. അല്ലെങ്കിൽ ഭരണം കിട്ടൂല, അല്ലെങ്കിൽ ഭരണം ഉണ്ടാവില്ല. VD സതീശൻ അല്ലെങ്കിൽ ഇന്ന് ഭരണം കോൺഗ്രസിനില്ല, ഇടതുപക്ഷത്തിലാണ്. VD സതീശൻ ജാഥ നടത്തി, അത് വിജയിച്ചു. എല്ലാ കാര്യങ്ങളും VD സതീശനാണ് മുന്നിട്ടിരിക്കുന്നത്. VD സതീശൻ മുഖ്യമന്ത്രിയാവണം, അല്ലെങ്കിൽ കേരളം സ്തംഭിക്കും. ഒരു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യൂല. ഒരാൾ സതീശൻ നയിക്കട്ടെ. VD സതീശൻ.